നാടൻ തേങ്ങാ ചമ്മന്തി ഇതിനൂടെ ഉണ്ടാക്കാം. നാടൻ തേങ്ങാ ചമ്മന്തിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ: തേങ്ങ ചിരകിയത്, അത് ഒരു 2 കപ്പ് തേങ്ങ ചിരകിയത്. പിന്നെ അതിൻ്റെ കൂടെ ഇഞ്ചി എല്ലാം കൂടെ മിക്സ് ചെയ്താണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇഞ്ചി ഒരു ഇത്രയും ഒരു ഇഞ്ചി എടുക്കുക. പിന്നെ ചെറിയ ഉള്ളി, പിന്നെ ഈ പത്തൽമുളക്, അതായത് കശ്മീരി മിർച്ചിയാണെങ്കിൽ നല്ലതാണ്. പത്തൽമുളകാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. പത്തൽമുളക് എടുക്കുമ്പോൾ ഒത്തിരി എടുക്കണ്ട. ഇതൊന്ന് വെച്ച് വക്കിക്കാം. അത് ഫ്ലെയിമേ വെച്ചിങ്ങനെ വക്കണം. മുളകിനെ ചുടണം. ഓക്കെ, അപ്പോൾ മുളക് ചുട്ട മുളകാണിത്. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പം മുളക് ചുട്ട് വെച്ചതാണിത്. ഇത് നമ്മുടെ വാളംപുളി, പിന്നെ ഉപ്പും വേണം. ഓക്കെ, ഇത്രയുമാണ് ഈ ചമ്മന്തിയുടെ ഇൻഗ്രീഡിയൻസ്. ചെറിയ മിക്സറാണ് ചട്നി മിക്സറെങ്കിൽ ഇത് രണ്ടാമതിട്ടിട്ട് 2 പ്രാവശ്യം, അതായത് അതിനെ ഒന്ന് കറക്കിയെടുക്കുക. ഈ തേങ്ങ എല്ലാം കൂടെ ഇടുമ്പോൾ അതങ്ങ് ശരിക്കും അരയത്തില്ല. ഓക്കെ, ഇനി ഇതിനെ നമുക്കൊന്ന് ഈ വിരൽ കൊണ്ടൊന്ന് ഇനി ഒന്ന് മിക്സ് ചെയ്യാം. ഈ അരയ്ക്കുമ്പം ഈ ഹോള് തുറന്നിരിക്കണം. ഇതിലൂടെ അതിൻ്റെ അകത്തെ പ്രഷർ പോകണം. ഇതിങ്ങനെ അടച്ചു വെച്ച് അരയ്ക്കരുത്. എപ്പോഴും സൈഡിലേ ഇങ്ങനെ പിടിക്കാവുള്ളൂ കൈകൊണ്ട്. അപ്പം നമ്മുടെ തേങ്ങാ ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിനകത്തോട്ട് എടുക്കാം. ഇങ്ങനെയൊക്കെ എടുക്കുമ്പം നമ്മുടെ കൈ മുറിയാതെ സൂക്ഷിക്കണം. ഞാൻ ഒട്ടുമേ വെള്ളം ഒഴിച്ചിട്ടില്ല. വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തതാണ്. ഇത് നമ്മുടെ കുത്തരിക്കഞ്ഞിയുടെ കൂടെ കഴിക്കാൻ ബെസ്റ്റാണ്. ഈ ചമ്മന്തിയും കുത്തരിക്കഞ്ഞിയും നല്ല ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ലതാണ്. ഇതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഉരുട്ടി അമ്മമാർ പണ്ട് അമ്മിക്കല്ലിലിട്ട് ഇതിനെ ഇങ്ങനെ ഉരുട്ടി റെഡിയാക്കാൻ പറ്റും. ഉരുട്ടി ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ഉണ്ടോ നല്ലതാണോ എന്ന് ആര് നോക്കും? ഞാൻ തന്നെ നോക്കണം. ഓക്കെ, ഞാൻ തന്നെ നോക്കാം. നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇങ്ങനത്തെയാണ്. സ്പെഷ്യലായിട്ട് നമ്മുടെ തുളസിയും രാമതുളസിയും കൃഷ്ണതുളസിയും ഒക്കെ ചേർത്താണ്. നമ്മുടെ ഈ വാറ്റുപുല്ലിൻ്റെ ഇലയും ചേർത്താൽ പ്രത്യേക ടേസ്റ്റായിരിക്കും. ഇതൊന്നും നോക്കാം. നല്ലതാണ്, കുഴപ്പമില്ല, നോട്ട് ബാഡ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക കേട്ടോ. ഓൾ ദി ബെസ്റ്റ്.